വെളിപ്പാട് അധ്യായം 13. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 കിരീടവും തലകളിൽ ദൈവദൂഷണ നാമങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ പാദങ്ങൾ കരടിയുടേതുപോലെയും വായ് സിംഹത്തിന്റേതുപോലെയും ആയിരുന്നു. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മൃഗത്തിന് കൊടുത്തു. മൃഗത്തിന്റെ ഒരു തലയിൽ മാരകമായ മുറിവേറ്റതായി കാണപ്പെട്ടു. എന്നാൽ ആ മുറിവ് കരിഞ്ഞുപോയിരുന്നു. സർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയത്തോടെ പിൻചെന്നു. മൃഗത്തിന് അധികാരം നൽകിയതിനാൽ മനുഷ്യർ മഹാസർപ്പത്തെ ആരാധിച്ചു. മൃഗത്തെ പോലെ ആരുള്ളൂ, അതിനോട് യുദ്ധം ചെയ്യുവാൻ ആർ പ്രാപ്തൻ എന്ന് പറഞ്ഞു. മനുഷ്യർ മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൈവദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാനുള്ള അധികാരവും അതിന് നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയുവാൻ, അവിടുത്തെ നാമത്തെയും കൂടാരത്തെയും സ്വർഗവാസികളെയും ദുഷിക്കുവാൻ അത് വായ് തുറന്നു. വിശുദ്ധരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുവാനുള്ള അധികാരവും അവന് നൽകി. സകല ഗോത്രങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അവന് അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല ഭൂവാസികളും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമത്തത്തിനായുള്ളവൻ അടിമത്തത്തിലേക്ക് പോകും. വാളാൽ കൊല്ലപ്പെടേണ്ടവൻ വാളാൽ കൊല്ലപ്പെടും. വിശുദ്ധരുടെ വിശ്വസ്തതയും സഹിഷ്ണുതയും ഇവിടെയാണ് ആവശ്യം. ഭൂമിയിൽ നിന്നുള്ള മൃഗം, ഭൂമിയിൽ നിന്ന് മറ്റൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. ആടിനുള്ളതുപോലെ അതിന് 2 കൊമ്പുണ്ടായിരുന്നു. മഹാസർപ്പത്തെ പോലെ അത് സംസാരിച്ചു. അത് 1-ാം മൃഗത്തിനു വേണ്ടി തന്റെ എല്ലാ അധികാരവും പ്രയോഗിക്കുകയും ഭൂമിയെയും ഭൂവാസികളെയും കൊണ്ട് മാരകമായ മുറിവുണങ്ങിപ്പോയ 1-ാം മൃഗത്തെ ആരാധിപ്പിക്കുകയും ചെയ്തു. അത് വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു. മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക കൂടി ചെയ്തു. മൃഗത്തിന്റെ മുമ്പിൽ ചെയ്യുവാൻ തനിക്ക് അനുവാദം ലഭിച്ചിരുന്ന അടയാളങ്ങൾ കൊണ്ട് അത് ഭൂവാസികളെ വഴിതെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവൻ പ്രാപിച്ച മൃഗത്തിന്റെ പ്രതിമ നിർമ്മിക്കുവാൻ അവരോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കത്തക്കവണ്ണം അതിന് ജീവശ്വാസം നൽകുവാനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ സകലരും വലത്ത് കൈയിലോ നെറ്റിമേലോ മുദ്ര പതിക്കണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ ആയ മുദ്ര ഏറ്റിട്ടില്ലാത്ത ആർക്കും ക്രയവിക്രയം സാധ്യമല്ലാതാക്കുവാനായിരുന്നു ഇത്. ഇവിടെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കാക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. അവന്റെ സംഖ്യ 666.